ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കൂദാശകളെ കുറിച്ചാണ് ഈ വർഷം നാം പഠന വിധേയമാക്കുന്നത്. അതിലെ ഏറ്റവും അവസാനത്തെ കൂദാശയായ രോഗിലേപനത്തെ കുറിച്ചാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. രോഗിലേപനം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ചിന്തകളുണ്ട്. വിശുദ്ധ ലേപനവും പുരോഹിതരുടെ പ്രാർത്ഥനയും വഴി സഭ മുഴുവനും പീഡ സഹിക്കുന്നവനും മഹത്വീകൃതനുമായ കർത്താവിന് രോഗികളെ ഭരമേൽപ്പിക്കുകയാണ്. അവിടുന്ന് അവരെ എഴുന്നേൽപ്പിക്കാനും രക്ഷിക്കാനും വേണ്ടിയാണ് ഇത്. മനുഷ്യ ജീവിതത്തെ സ്പർശിക്കുന്ന ഗൗരവവഹമായ പ്രശ്നങ്ങൾക്കിടയിൽ രോഗത്തിനും സഹനത്തിനും എപ്പോഴും സ്ഥാനമുണ്ടായിരുന്നു. രോഗത്തിൽ മനുഷ്യൻ തൻ്റെ ബലഹീനതയും പരിമിതികളും നൈമിഷികതയും അനുഭവിച്ചറിയുന്നു. ഓരോ രോഗവും മരണത്തെ മുന്നിൽ കാണാനുള്ള ഓരോ നിമിഷങ്ങളാണ്. ദൈവത്തെ അന്വേഷിക്കാനും അവിടുന്നിലേക്ക് തിരികെ പോകാനും മിക്കപ്പോഴും രോഗങ്ങൾ പ്രേരകമാകുന്നുണ്ട്. പഴയ നിയമത്തിൽ രോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ തൻ്റെ രോഗാവസ്ഥയിൽ ദൈവസന്നിധിയിൽ നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ മുമ്പിലായിരുന്നു കൊണ്ട് രോഗി തൻ്റെ രോഗത്തെക്കുറിച്ച് വിലപിക്കുകയും ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ദൈവത്തോട് രോഗവിമുക്തിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന് രോഗികളോടുള്ള സഹാനുഭൂതിയും അവിടുന്ന് പലപ്പോഴും എല്ലാ തരത്തിലുള്ള രോഗികളെയും സുഖപ്പെടുത്തി എന്ന വസ്തുതയും നാം കാണുന്നുണ്ട്. ഇത് ഈശോ തൻ്റെ ജനത്തെ സന്ദർശിച്ചു എന്നതിൻ്റെയും ദൈവരാജ്യം സമീപസ്ഥമാകുന്നു എന്നതിൻ്റെയും സമുജ്വലമായ അടയാളമാണ്. രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ അവരോട് ഈശോ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. സുഖപ്പെടുത്തുവാൻ ഈശോ പലപ്പോഴും പലതരത്തിലുള്ള അടയാളങ്ങൾ ഉപയോഗിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഉമിനീരും കൈവയ്പും ചെളിയും കഴുകലുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. രോഗികൾ പലപ്പോഴും ഈശോയെ സ്പർശിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെടുകയും അവരെ എല്ലാവരെയും സുഖപ്പെടുത്തുകയും ചെയ്തുവെന്ന്. വളരെയേറെ സഹനങ്ങൾ കണ്ട് മനസ്സലിഞ്ഞ ഈശോ രോഗികൾക്ക് തന്നെ സ്പർശിക്കാൻ അനുവദിക്കുക മാത്രമല്ല, അവരുടെ ദുരിതങ്ങൾ അവിടുന്ന് സ്വന്തമാക്കുക കൂടി ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. തങ്ങളുടെ കുരിശുമെടുത്ത് അവനെ പിന്തുടരാൻ ഈശോ തൻ്റെ ശിഷ്യന്മാരെ ക്ഷണിക്കുന്നുണ്ട്. അവിടുത്തെ പിന്തുടർന്നുകൊണ്ട് രോഗികളെ പറ്റിയും രോഗത്തെ പറ്റിയും ഒരു പുതിയ വീക്ഷണം ശിഷ്യർക്ക് ലഭിക്കുന്നുണ്ട്. അവിടുന്ന് അവരെ തൻ്റെ സഹതാപത്തിൻ്റെയും സൗഖ്യദാനത്തിൻ്റെയും ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. പലപ്പോഴും നമ്മുടെ തീവ്രമായ പ്രാർത്ഥനയിലൂടെ പല രോഗങ്ങളിൽ നിന്നും വിമുക്തി നമുക്ക് കൈവരുന്നില്ല എന്ന് നാം കാണുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അപ്പസ്തോലിക സഭയിൽ രോഗികൾക്ക് വേണ്ടി തനതായ ഒരു അനുഷ്ഠാന ക്രമം ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയായിട്ടുണ്ടോ എങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. കർത്താവ് അവരെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അത് മോചിക്കും. പാരമ്പര്യം ഈ അനുഷ്ഠാന ക്രമത്തെ 7 കൂദാശകളിൽ ഒന്നായി അംഗീകരിക്കുകയാണ്. രോഗിലേപനം തീർച്ചയായും മരണത്തിന്റെ നിമിഷത്തിൽ എത്തിയവർക്ക് മാത്രമുള്ള ഒരു കൂദാശയല്ല. നാം അതിനെ ഒരിക്കലും ഭയപ്പാടോടുകൂടി കാണുകയും വേണ്ട. ഈ രോഗിലേപനം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് വീണ്ടും അവൻ ആരോഗ്യം വീണ്ടെടുക്കുകയും ഒരുപക്ഷെ മറ്റൊരു രോഗം
ഗൗരവാവഹമായ രീതിയിൽ അവനെ പിടികൂടുകയും ചെയ്താൽ വീണ്ടും ഈ കൂദാശ സ്വീകരിക്കാവുന്നതാണ്. ഒരേ രോഗാവസ്ഥയിൽ തന്നെ ആ രോഗി ഗുരുതരമായ അവസ്ഥയിൽ എത്തിച്ചേരുമ്പോൾ വീണ്ടും ഈ കൂദാശ സ്വീകരിക്കാവുന്നതാണ്. പുരോഹിതന്മാരും മെത്രാന്മാരുമാണ് ഇതിന്റെ കാർമ്മികർ. തങ്ങളുടെ അജഗണത്തെ അല്ലെങ്കിൽ വിശ്വാസികളെ ഈ കൂദാശയുടെ പ്രയോജനത്തെ പറ്റി പഠിപ്പിക്കുവാൻ അജപാലകർക്ക് പ്രത്യേകം കടമയുണ്ട്. ഈ കൂദാശ സ്വീകരിക്കുന്നതിന് വൈദികനെ വിളിക്കാൻ രോഗികളെ വിശ്വാസികൾ പ്രോത്സാഹിപ്പിക്കണം. നല്ല മനോഭാവത്തോടും ഒരുക്കത്തോടും കൂടെ വേണം ഈ കൂദാശ സ്വീകരിക്കാനായി. അതിന് അജപാലകരും രോഗിയുടെ കൂടെ ആയിരിക്കുന്നവരും വിശ്വാസി സമൂഹവും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും വേണം. മറ്റെല്ലാ കൂദാശകളും എന്ന പോലെ തന്നെ രോഗിലേപനവും ആരാധനാക്രമാപരവും സാമൂഹികവുമായ ഒരു ആഘോഷമാണ്. ദേവാലയത്തിലോ ആശുപത്രിയിലോ വീട്ടിലോ വെച്ച് ഈ കൂദാശ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എപ്പോഴും ഭൗമിക യാത്രയുടെ അവസാനത്തെ കൂദാശ നിത്യജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോഴുള്ള തിരുപ്പാതയം, അതാണ് രോഗിലേപനം. ഈ രോഗിലേപനത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 4 ഫലങ്ങളാണ് പ്രധാനമായും രോഗിലേപനം എന്ന കൂദാശയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒന്നാമതായി, പരിശുദ്ധാത്മാവിന്റെ സവിശേഷമായ ഒരു ദാനമാണ്. ഈ കൂദാശയുടെ ഒന്നാമത്തെ കൃപാവരം ഗൗരവമായ രോഗത്തിന്റെയോ വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിന്റെയോ അവസ്ഥയിൽ പ്രയാസങ്ങളെ തരണം ചെയ്യാനുള്ള ധീരതയും സമാധാനവും ശക്തിപ്പെടുത്തലും നമുക്ക് ലഭിക്കുന്ന ഒരു കൂദാശയാണിത്. ഇതിനു വേണ്ട കൃപാവരം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. രണ്ടാമതായി, ക്രിസ്തുവിന്റെ പീഡാസഹനത്തോടുള്ള ഐക്യം. ഈ കൂദാശയുടെ കൃപാവരം കൊണ്ട് രോഗി ക്രിസ്തുവിന്റെ പീഡാനുഭവത്തോട് തന്നെ കൂടുതൽ അവഗാഢമായി ഐക്യപ്പെടുത്തുന്നതിനുള്ള ദാനവും ശക്തിയും സ്വീകരിക്കുന്നു. മൂന്നാമതായി, സഭാത്മകമായ കൃപാവരം. ഈ കൂദാശ സ്വീകരിക്കുന്ന വ്യക്തികൾ ക്രിസ്തുവിന്റെ പീഡാസഹനത്തോടും മരണത്തോടും തങ്ങളെ തന്നെ സ്വതന്ത്ര മനസ്സോടുകൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവജനത്തിന്റെ നന്മയ്ക്ക് സംഭാവന നൽകുന്നു. ഈ കൂദാശ ആഘോഷിച്ചുകൊണ്ട് സഭ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ രോഗിയുടെ നന്മയ്ക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നു. അവസാനത്തേതും 4ാമത്തേതുമായ കാര്യം അന്തിമ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ് ഈ കൂദാശ. രോഗിലേപനം എന്ന കൂദാശ ഗൗരവാവഹമായ രോഗവും തളർച്ചയുമുള്ള എല്ലാവർക്കും നൽകാമെങ്കിലും ഏറ്റവും ന്യായയുക്തമായിട്ടുള്ളത് ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള നിമിഷത്തിലെത്തിയവർക്ക് അത് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കൂദാശയെ വേർപിരിഞ്ഞു പോകുന്നവരുടെ കൂദാശ എന്നുകൂടി നാം വിളിക്കുന്നുണ്ട്. ഈ കൂദാശയെ നമ്മൾ തിരുപ്പാതയം എന്ന് പറയുന്നുണ്ട്. ഈ ജീവിതം വിട്ടുപോകാൻ തുടങ്ങുന്നവർക്ക് സഭ രോഗിലേപനത്തിന് പുറമെ തിരുപ്പാതയം എന്ന നിലയിൽ ദിവ്യകാരുണ്യവും നൽകുന്നു. പിതാവിന്റെ പക്കലേക്കുള്ള കടന്നുപോകലിൽ ആ നിമിഷങ്ങളിൽ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നതിന് വളരെ പ്രത്യേകമായ അർത്ഥവും പ്രാധാന്യവുമുണ്ട്. ഈശോയുടെ വാക്കുകളിലൂടെ നാം അത് നോക്കുമ്പോൾ നിത്യ ജീവന്റെ വിത്തും ഉത്ഥാനത്തിന്റെ ശക്തിയുമാണത്. അതെ, മാമോദീസ, സ്ഥൈര്യലേപനം, ദിവ്യകാരുണ്യം എന്ന കൂദാശകളെ നാം പ്രാരംഭ കൂദാശകൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ക്രൈസ്തവ ജീവിതത്തിന്റെ അന്ത്യത്തിൽ സ്വർഗീയ പിതൃഭവനത്തിലേക്ക് നമ്മെ ഒരുക്കുന്ന കൂദാശകളാണ് അനുതാപ കൂദാശയും രോഗിലേപനവും തിരുപ്പാതേയമായ ദിവ്യകാരുണ്യവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈശോയുടെ പക്കലേക്ക് കടന്നു ചെല്ലാൻ, ഈശോയോടൊപ്പമായിരിക്കാൻ നാം പോകുമ്പോൾ നമുക്ക് ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു കൂദാശയാണ് രോഗിലേപനം. ഒട്ടും ഭയപ്പെടാതെ ഈശോയെ തീക്ഷ്ണതയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ഈശോയോടൊപ്പം നമുക്ക് നമ്മുടെ ഈ യാത്ര അവസാനിപ്പിക്കാം. തീർച്ചയായും നാം ഈ വർഷത്തിൽ വിശുദ്ധ കൂദാശകളെ കുറിച്ച് പഠിക്കുമ്പോൾ
രോഗിലേപനം എന്ന കൂദാശയെ കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചത്. രോഗിലേപനം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ തീർച്ചയായും 4 ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സവിശേഷമായ ഒരു ദാനമാണത്. ക്രിസ്തുവിന്റെ പീഡാസഹനത്തോടുള്ള ഐക്യമാണ്. സഭാത്മകമായ കൃപാവരമാണ്. അവസാനമായി നമ്മുടെ അന്തിമ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ അതിനുവേണ്ടി ഒരുക്കുകയും ഒപ്പം പരീക്ഷയ്ക്കായി നമുക്ക് തീക്ഷ്ണതയോടുകൂടെ ഒരുങ്ങുകയും ചെയ്യാം. എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു.